മഹാകുംഭമേളയിൽ ബി.ജെ.പി. നേതാക്കൾ പങ്കെടുക്കുന്നതിനെ വിമർശിച്ച കോൺഗ്രസ് നേതാവ് മല്ലികാർജുൻ ഖാർഗെ. ഗംഗയിൽ മുങ്ങി നിവരുന്നതുകൊണ്ട് രാജ്യത്തെ ദാരിദ്ര്യം ഇല്ലാതാകുമോ എന്ന് ചോദിച്ചാണ് ഖാർഗെ രംഗത്തെത്തിയത്. മധ്യപ്രദേശിലെ മഹുവിൽ സംഘടിപ്പിച്ച കോൺഗ്രസ് റാലിയിൽ സംസാരിക്കവെയാണ് ഖാർഗെയുടെ വിമർശനം. ആരുടെയും വിശ്വാസത്തെ താൻ ചോദ്യം ചെയ്യുന്നില്ല. ആർക്കെങ്കിലും വിഷമം തോന്നുന്നുവെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഒരു കുട്ടി വിശന്ന് മരിക്കുമ്പോൾ, സ്കൂളിൽ പോകാൻ സാധിക്കാത്ത അവസ്ഥയുള്ളപ്പോൾ, തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വേതനം കിട്ടാതെ വരുമ്പോൾ, ഇങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കെ ഈ നേതാക്കൾ കോടിക്കണക്കിന് പണമാണ് കുംഭമേളയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. എന്നിട്ട് ഗംഗയിൽ സ്നാനം ചെയ്യുകയും ചെയ്യുന്നു. ഇതൊക്കെ നല്ല ഫോട്ടോകൾ എടുക്കാൻ കൊള്ളാമെന്നും ക്യാമറകൾക്ക് മുന്നിൽ ഗംഗയിൽ മുങ്ങുന്നത് മത്സരമാക്കി മാറ്റിയിരിക്കുകയാണെന്നും ഖാർഗെ ആരോപിച്ചു. ഇവർക്ക് രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. നമ്മുടെ വിശ്വാസം ദൈവത്തിലാണ്. എല്ലാ ദിവസവും ആളുകൾ വീടുകളിൽ പൂജ നടത്താറുണ്ട്. സ്ത്രീകൾ വീടിന് പുറത്തിറങ്ങുന്നത് തന്നെ പൂജകൾക്ക് ശേഷമാണ്. അതിലൊന്നുമല്ല പ്രശ്നം. പാവപ്പെട്ടവരെ മതത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യുന്നതാണ് യഥാർത്ഥ പ്രശ്നമെന്നും മല്ലികാർജുൻ ഖാർഗെ കൂട്ടിച്ചേർത്തു. അതേസമയം ഖാർഗെയുടെ പരാമർശത്തിനെതിരെ ബി.ജെ.പി. രംഗത്തു വന്നു. കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കളെയാണ് കോൺഗ്രസ് നേതാവ് അപമാനിച്ചതെന്ന് ബി.ജെ.പി. വക്താവ് സാംബിത് പത്ര ആരോപിച്ചു. ലോകം മുഴുവൻ ഈ വിശ്വാസത്തെ ആദരിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി മഹാകുംഭമേളയെയും ഈ വിശ്വാസത്തെയും പരിഹസിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗംഗയിൽ മുങ്ങിയാൽ ദാരിദ്ര്യം മാറുമോ? ആളുകൾക്ക് ജോലി ലഭിക്കുമോ? അവർക്ക് സന്തോഷം ലഭിക്കുമോ എന്നൊക്കെയാണ് ഖാർഗെ ചോദിക്കുന്നത്. മറ്റ് മതാചാരങ്ങളെ ഇങ്ങനെ വിമർശിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. മറ്റ് മതസ്ഥരെ ഇങ്ങനെ പരിഹസിക്കുന്നതിനെ പറ്റി അവർ ചിന്തിക്കുക പോലുമില്ല. ഇത്തരം പരാമർശങ്ങൾ ലജ്ജാകരമാണ്. കോൺഗ്രസുകാർക്ക് എങ്ങനെയാണ് ഹിന്ദുവിരുദ്ധ മാനസികാവസ്ഥയുണ്ടായതെന്നും അദ്ദേഹം ചോദിച്ചു.